ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ലിസ്റ്റ് കിടക്കാം. കനത്ത സെല്ലിംഗ് പ്രഷറാണ് ഇന്നും ഉണ്ടായിരുന്നത്. എഫ്ഐയുടെ ഭാഗത്തു നിന്നും നല്ലൊരു സെല്ലിംഗ് ഉണ്ടായി. ഇന്ന് നിഫ്റ്റി 50 ഇന്ന് 25,509 ക്ലോസ് ചെയ്തപ്പോൾ 87 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 57,554 ക്ലോസ് ചെയ്തു. 272 പോയിൻറ്റ്സിലാണ് കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 568 പോയിൻറ്റ്സ് കുറഞ്ഞ് 59,468 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,105 ക്ലോസ് ചെയ്തപ്പോൾ 255 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. ഇന്ത്യ വിക്സ് ഇന്ന് 12.41 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 148 പോയിൻറ്റ്സ് കുറഞ്ഞ് 83,311 ക്ലോസ് ചെയ്തു. സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് തന്നെ 0.95% ഫോളോ നടത്തി. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 5,283 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 3,263 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഇന്നലത്തെ കാട്ടി 3 ഇരട്ടിയാണ് ഇന്ന് സെല്ല് നടന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT ചെറിയ വ്യത്യാസത്തിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി എനർജി, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബവ് 1% ഫോൾ നടത്തിയപ്പോൾ നിഫ്റ്റി മീഡിയ ആൻഡ് നിഫ്റ്റി മെറ്റൽ എബവ് 2% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ എന്ന 26,626 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 438 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 35,813 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,033 ക്ലോസ് ചെയ്തപ്പോൾ 162 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 103 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,711 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,692 ക്ലോസ് ചെയ്തപ്പോൾ 72 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 62 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ട് 94,888 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,337 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 38 പോയിൻറ്റ്സ് കുറഞ്ഞ് 1493 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 10,281 ക്ലോസ് ചെയ്തത്. 217 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 24 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 11,995 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 2250 ക്ലോസ് ചെയ്തപ്പോൾ 83 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 51 പോയിൻ്റ് കുറവുണ്ടായി. 8280 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 14 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 946 പോയിൻറ്റ്സിൻ്റെ 946 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 684 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,163 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ് 4.61% റാലി നടത്തി. റിലയൻസ് 1.56% റാലി നടത്തി. M&M 1.04%. ഇൻട്രാ ഗ്ലോബ് ഏവിയേഷൻ 0.99%. ടാറ്റ കൺസ്യൂമർ 0.94%. വിപ്രോ 0.86%. അൾട്രാടെക് സിമന്റ് 0.77%. TCS 0.69%. മാരുതി സുസുക്കി 0.51% ആൻഡ് ഡോക്ടർ റെഡ്ഡീസ് 0.43% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാസിം നല്ലൊരു ഫോൾ കണ്ടു. 6.31% ഫോൾ നടത്തി. ഇന്ത്യൽക്കോ 5.17% ഫോൾ നടത്തി. അദാനി എൻ്റർപ്രൈസ് 4.52%. പവർ ഗ്രിഡ് 3.17%. ഇറ്റേണൽ 2.42%. ഏഷ്യ മോട്ടോഴ്സ് 1.81%. ഭാരതി ഇലക്ട്രിക് 1.53%. ബജാജ് ഫിനാൻസ് 1.43%. ജിയോ ഫിനാൻസ് 1.26% ആൻഡ് ICICI ബാങ്ക് 1.23% ഫോളാണ് കടുത്തത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. നിഫ്റ്റി 50 ലാസ്റ്റ് ടോപ്പ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 നവംബറിൽ 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,509 നിൽക്കുമ്പോൾ 5.71% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസം വരെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,509 നിൽക്കുമ്പോൾ 7.89% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,763 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,597 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഹോളിഡേ ആയിരുന്നു. തേഴ്സ്ഡേ 25,509 ക്ലോസ് ചെയ്തത്. ഇന്ന് ആകെ 212 പോയിൻറ്റ്സിൻ്റെ കുറവാണ്
ഈ ആഴ്ച നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. 0.83% ഫോള് കണ്ടു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USD ഫോറക്സ് റിസർവ് ഡേറ്റ 7th നവംബറിന് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.